തപോനിധിയായ ബാല, അങ്ങേക്ക് ഈ അശ്വമേധ യാഗശാലയിലേക്ക് സ്വാഗതം. എന്താണാവോ അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം? അസുരകുലപതിയായ മഹാബലി ചക്രവർത്തിയുടെ ആദിത്യ മര്യാദ 7 ലോകങ്ങളിലും പ്രസിദ്ധമാണല്ലോ. അങ്ങയുടെ പൂർവികന്മാരായ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, പ്രഹ്ലാദൻ ഇവരുടെ ദാനധർമ്മ വിശേഷങ്ങളും പ്രസിദ്ധമാണല്ലോ. ഇതെല്ലാം അറിയുന്ന ഞാൻ അങ്ങയോട് ശിക്ഷ യാചിക്കാനാണ് ഈ അശ്വമേധശാലയിൽ വന്നത്. എന്താണ് ഞാൻ അങ്ങേക്ക് നൽകേണ്ടത്? സ്വർണം, മാളികകൾ, ആനകൾ, കുതിരകൾ, എന്തു വേണം അങ്ങേക്ക്? ഈ ലോകത്തുള്ളതെല്ലാം എന്റേതാണ്. എന്തു വേണമെങ്കിലും ചോദിച്ചു. മഹാബലി രാജൻ, ഈ പാവം വാമനൻ അതൊന്നും വേണ്ട. പകരം 3 അടി മണ്ണ്. ആ 3 അടി മണ്ണ് അത് മാത്രമാണ് വേണ്ടത്. ഇത് അങ്ങയുടെ അറിവില്ലായ്മയാണോ അതോ അങ്ങ് നമ്മെ പരിഹസിക്കുകയാണോ? പ്രഭു, ഇതിലെന്തോ ചതി ഉറക്കുന്നുണ്ട്. സൂക്ഷിക്കണം. അങ്ങയുടെ ജീവൻ അപകടത്തിലാകാൻ പോകുന്നുവെന്ന് എന്റെ മനസ്സ് പറയുന്നു. സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുന്ന ഘട്ടത്തിൽ വാഗ്ദാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാം. അതാണ് നീതിശാസ്ത്രം. പ്രഭു, ഗുരുവരെ പറയുന്നത് ശരിയാണെന്ന് നമുക്കും തോന്നുന്നു. അല്ലെങ്കിൽ ഈ യാഗശാലയിൽ ഈ സമയം ഇങ്ങനൊരു രൂപം, എന്തോ മനസ്സിന് ഒരു ഭയം തോന്നുന്നു. രാജഗുരു, നാം രാജാവാണ്, സാധാരണക്കാരനല്ല. നാം കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ ശിരത്തെ ലജ്ജ കൊണ്ട് കുനിഞ്ഞു പോകുന്നു. എന്റെ വാക്കുകൾ അനുസരിക്കാതിരുന്നാൽ അങ്ങ് ശപിക്കപ്പെടും. രാജൻ, അങ്ങ് ദുഃഖിക്കേണ്ടിയുണ്ട്. രാജൻ, ഒരു ശ്രമം ഏറ്റുവാങ്ങി സ്വന്തം ജീവൻ അപകടത്തിലാക്കി വേണമോ അങ്ങയുടെ ഈ വാക്കുപാലിക്കൽ? അങ്ങ് രാജാവ് മാത്രമല്ല, എന്റെ ഉപയാന്താവ് കൂടിയാണ്. പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് ഞാൻ. വാക്ക് പാലിക്കാത്ത ഭരണാധികാരി എന്ന ദുഷ്പേരിനെ നാം ഭയപ്പെടുന്നു. വാഗ്ദാനം പാലിച്ചവനെന്ന കീർത്തി മരണം കഴിഞ്ഞാലും നിലനിൽക്കും. നീതിശാസ്ത്രത്തിന്റെയും വാഗ്ദാനത്തിന്റെയും ആശയക്കുഴപ്പത്തിൽ നമ്മുടെ സമയം നാം പാഴാക്കുന്നില്ല. വാമനൻ മടങ്ങുകയാണ്. തപോനിധിയായ ബാല, അങ്ങ് സാധാരണക്കാരനല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങ് അളന്നെടുത്തോളൂ. രാജാവേ, 2 പാദങ്ങളാൽ 2 ലോകങ്ങളും അളന്നു കഴിഞ്ഞിരിക്കുന്നു. 3ാമത്തെ പാദം നാം എവിടെ വെക്കണം? പ്രഭു, 3ാമത്തെ പദം അങ്ങന്റെ ശിരത്തിൽ വെച്ചോളൂ. അതിനു മുമ്പ് അങ്ങ് ആരാണ്? എനിക്ക് അങ്ങയുടെ സ്വരൂപത്തിന്റെ ദർശനം നൽകൂ പ്രഭു. നീ എന്നും ഭജിക്കുന്ന മഹാവിഷ്ണു തന്നെയാണ്. എന്റെ പരമഭക്തനായ നിന്നെ ലോകമായയായ ഗർവം, അധികാരം, അഹങ്കാരം ഇവയിൽ നിന്നും മോചിതരാക്കാനാണ് ഞാൻ വന്നത്. ഇന്നു മുതൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഖലം എന്ന ലോകത്തിൽ പോയി നിന്റെ കൂടെ പ്രഹ്ലാദനും ഉണ്ടാകും. വിപരീത സാഹചര്യത്തിലും വാക്കുപാലിക്കുന്ന ഭരണാധികാരി എന്ന പേര് എന്നും നിനക്കുണ്ടാകും. ലോകമായയിൽ നിന്നും മോചിതരാകുന്ന മുറയ്ക്ക് സാവർണ മണ്ഡലത്തിൽ ഇന്ദ്രപദത്തിൽ ദേവേന്ദ്രനായി വാഴുന്നത് നീയായിരിക്കും.